തലയിൽ എന്താ പറ്റിയത്? അതൊക്കെ പിന്നെ പറയാം. ഏതാണാവോ ഈ വരുത്തൻ? വല്ല ദുരുദ്ദേശവുമായിട്ട് വന്നതാണോ? കണ്ടിട്ടാണെങ്കിൽ നല്ല കള്ളലക്ഷണവുമുണ്ട്. അവൻ നാട് വിട്ടത് നിന്റെ ഭീഷണിയെ പേടിച്ചിട്ടൊന്നുമല്ല. അവൻ ഇവിടെ കാല് കുത്തിയതിന് ശേഷമായിരിക്കും മനസ്സിലായത് ഇതെന്റെ നാടാണെന്ന്. ഞാൻ അയൽ വനങ്ങളിൽ പോലും പ്രശസ്തനാണല്ലോ. ആ കുറുക്കൻ പോയി എന്ന് ഞാൻ കള്ളം പറഞ്ഞതാ. അവൻ ഇവിടെ എവിടെയൊക്കെയോ തന്നെ ഉണ്ട്. നീയൊന്ന് നോക്കിയിരുന്നോ? അപ്പൊ പോയില്ലായിരുന്നോ? നീയൊരു മരമണ്ടനാണല്ലോ. ഡേയ്, നിനക്കത്ര പേടിയാണെങ്കിൽ പറന്ന് ആകാശത്തിലേക്ക് പോയാൽ പോരെ? അവൻ അവിടെ വരില്ലല്ലോ. അതൊരു ശരിയാണല്ലോ. അപ്പോൾ പേടിയുണ്ടല്ലേ? ജീവനിൽ പേടിയില്ലാത്തത് ആരുണ്ടടേ? അപ്പൊ ഞാൻ പോട്ടെ. കുറുക്കനെ പേടിച്ചാരും ഇനി മുങ്ങണ്ട. അവനാ അരുവിക്കരയിൽ വിശ്രമിക്കുന്നുണ്ട്. ആരോ കേറി നന്നായി പെരുമാറിയ ലക്ഷണവുമുണ്ട്. ആരോ അല്ല, ഞാനാണ് പെരുമാറിയത്. അവൻ നമ്മളിൽ ചിലരെ ശാപ്പിടാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇഷ്ടവിഭവം കൊക്കിറച്ചിയാണെന്നാണ് പറഞ്ഞത്. എന്റെ അമ്മച്ചി ചതിച്ചോ? എന്നാ ഞാൻ പോട്ടെ. ഇനി ആരും എവിടെയും പോണ്ട. അവനെ ഞാൻ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. എങ്കിൽ അവനോട് വേഗം ഈ നാട് വിട്ടു പോകാൻ പറ. എന്തിനാ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? നീ പോയി പറ. നീയല്ലേ ഇവിടത്തെ വലിയ താരം. അയ്യയ്യേ, ഇതുപോലത്തെ ചീളി കേസിന് ഞാൻ പോകുന്നത് മോശമല്ലേ? ഈ കാക്കയെ മറ്റോ അയച്ചോ? ഏതവനാടാ നീ? അയ്യോ, ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ഞാൻ മടുത്തു. ഇനി വേറെന്തെങ്കിലും ചോദിക്ക്. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, നീ ഒരു തരികിടയാണെന്ന് നിന്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഇവൻ പറയുന്നത്? ഡാ കുറുക്ക, നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ഓ, തരക്കേടില്ലാതെ കിട്ടി. തൃപ്തിയായില്ലേ? ഓ, തൃപ്തിയായി. എങ്കിൽ വേഗം സ്ഥലം വിട്ടോ. ഇനി പക്ഷിഗ്രാമത്തിന്റെ പരിസരത്ത് കണ്ടുപോകരുത്. കോഴിയെയും കിട്ടിയില്ല, കൊക്കിനെയും കിട്ടിയില്ല. തലയിൽ കൊത്തുകൾ കിട്ടിയത് മിച്ചം. എന്റെ അമ്മോ, ഇത് പക്ഷിഗ്രാമമല്ല, പോക്കിരി ഗ്രാമമാണ്. പോക്കിരി ഗ്രാമം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷികൾക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് ഈ പക്ഷിഗ്രാമം. എന്റെ അമ്മച്ചി, എന്റെ തല കോഞ്ഞാലേ. അങ്ങനെ പൂർണ്ണമായും സുരക്ഷിതമായ സ്ഥലം ലോകത്തൊരിടത്തുമില്ല സുന്ദരി. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. ഞാൻ കുറെ കാലമായി ചേട്ടനോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എന്തേ? എങ്ങനെയാണ് ഈ പക്ഷിഗ്രാമം ഉണ്ടായത്? അതൊക്കെ വലിയ കഥയാടോ. ഒരു മെഗാ സീരിയലാക്കാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മതി. വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു കൊടും കാടായിരുന്നു. ഉപദ്രവകാരികൾ നിരവധി വന്യമൃഗങ്ങൾ ജീവിച്ചിരുന്ന ഒരു വൻ കാടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ നീ കരുതുന്നത് പോലെയല്ല, 100 വർഷങ്ങൾക്ക് മുൻപ്.